ഹലോ, നമുക്കിന്നൊരു പനീർ ടിക്ക മസാല എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക നോക്കാം. പെട്ടെന്ന് ഒരുപാടൊന്നും പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് പനീർ ടിക്ക മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രണ്ട് വലിയ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി ഒരു ഇത്തിരി പൊടി കുറച്ച് ബട്ടർ ഓപ്ഷനിലാണ്. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. തക്കാളീൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി തക്കാളീൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരണം. അതുവരെ അതവിടെ കിടന്നിട്ട് ചെറിയ തീയിൽ സ്ലോയിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെക്കേണ്ട, ഗ്യാസ് സ്ലോയിൽ വെച്ചാൽ മതി. അത് അവിടെ നിന്നാകുന്ന സമയം കൊണ്ട് നമുക്ക് പനീറിന് മസാലയൊക്കെ പുരട്ടി വെക്കാം. പനീർ, സവോള, ക്യാപ്സിക്കം ഇത് മൂന്നും വലിയ പീസാക്കി, മീഡിയം സൈസ്, വലുതല്ല മീഡിയം സൈസ് പീസാക്കിയിട്ട് അതിലോട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അപ്പോൾ ഒരു 3 വലിയ സ്പൂൺ, പുളിപ്പില്ലാത്ത തൈര് വേണം കേട്ടോ, പുളിയുള്ള തൈര് പറ്റില്ല. അപ്പോൾ 3 വലിയ സ്പൂൺ തൈരും ഇട്ട് ഒരിത്തിരി പൊടി, ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണോളം മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ സുഹാനൻ്റെ പനീർ ടിക്ക മസാല വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കസൂരി മേത്തി, ഹലോ, നമുക്ക് പെട്ടെന്നൊരു പനീർ ടിക്ക മസാല ആക്കിയെടുക്കാം. എങ്ങനെ ആക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ വേണ്ടുന്ന സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ചട്ടി വെച്ചിട്ട് അതിലോട്ട് 2 വലിയ സ്പൂൺ കുക്കിംഗ് ഓയിലും ഒരു വലിയ സ്പൂണിൽ ബട്ടർ ഇട്ട് ഒന്ന് ചൂടാക്കി വരുമ്പോഴേക്കും 2 വലിയ തക്കാളി അരച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ ഉള്ളിയൊന്നും വേറെ തന്നെ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അരച്ചെടുത്ത് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത തക്കാളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ തക്കാളീൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തക്കാളിയുടെ കളറൊന്ന് ചേഞ്ചായി വരണം, അതുവരെ മൂപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളീൻ്റെ ഒരു ചുവ വരും കറിയിൽ. അപ്പോൾ അതവിടെ നിന്ന് അങ്ങനെ ചെറിയ ഗ്യാസ് സ്ലോയിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അത് അവിടെ നിന്ന് തയ്യാറാകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അപ്പോൾ ഒരു വലിയ 3 സ്പൂൺ തൈര് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പനീർ 2 സവോള വലിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ക്യാപ്സിക്കം, ചെറിയ 3 ക്യാപ്സിക്കം, പിന്നെ 1/4 കിലോ പനീറും. അങ്ങനെ ഇതിലോട്ട് 3 വലിയ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ട് മതി, മുളക് പൊടി